ഈശോയിൽ അനുഗ്രഹീതരായ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമുക്കൊന്ന് ചേർന്ന് ഈ നിമിഷങ്ങളിൽ നമ്മളോടൊപ്പമായിരിക്കാനായിട്ട് സന്നിഹിതനാകുന്ന ഈശോയെ ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട്, ആത്മാവ് കൊണ്ട്, ശരീരം കൊണ്ട് നമുക്ക് നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഈശോയോടൊപ്പം നമുക്ക് ഈ മണിക്കൂറിൽ ചിലവഴിക്കാം. നമ്മുടെ എല്ലാ സന്തോഷങ്ങളും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാനും, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും ഈശോയുടെ മുമ്പിൽ ഒന്ന് പകുത്തുവെക്കാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന മനോഹരമായ അവസരം ഈശോയുടെ മുമ്പിൽ ഏറ്റവും സന്തോഷത്തോടെ, സ്നേഹത്തോടെ നമുക്ക് ചിലവഴിക്കാം. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരേക്കാളും വിശ്വസ്തനായോരെ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരുമില്ല. ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദം, കൈവിരൽ പീഡിച്ചെന്നെ നടത്തുന്നു, താഴെ വീഴാതെ എന്നെ താങ്ങിടും, നാഥൻ കൂടെയുള്ളതെന്നാശ്വാസം. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ ഈ നിമിഷങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഹൃദയത്തെ സ്വന്തമാക്കാൻ എൻ്റെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ നമുക്ക് കൺകുളിർക്കെ കാണാം. നമ്മുടെ മധ്യത്തിൽ, എൻ്റെ മുമ്പിൽ എന്നെ കാണാൻ വേണ്ടി ആഗതനായിരിക്കുന്ന, എന്നെ കേൾക്കാൻ വേണ്ടി എൻ്റെ മുമ്പിൽ അണഞ്ഞിരിക്കുന്നു, എൻ്റെ സാന്നിധ്യം വഴി അനുഗ്രഹിക്കാൻ എൻ്റെ മുമ്പിൽ അവതരിച്ചിരിക്കുന്ന ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ ഞാനും ആയിരിക്കുന്നു.
ഈ നിമിഷങ്ങളിൽ മറ്റെല്ലാ ചിന്തകളും വ്യാപാരങ്ങളും വിചാരങ്ങളും വിചാരങ്ങളും എല്ലാം വിട്ട് ഞാനും എൻ്റെ ഈശോയും ഈ ഒറ്റ ചിന്തയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരാം. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് ഞാനെങ്കിലും എൻ്റെ ഈശോ എൻ്റെ അടുത്താണ്. ഞാൻ ലോകത്തിൻ്റെ എൻ്റെ കുടുംബത്തിൽ നിന്നും എത്ര ദൂരത്താണെങ്കിലും ഈശോ എൻ്റെ അടുത്താണ്. എൻ്റെ അടുത്തായിരിക്കുന്ന എൻ്റെ ഈശോയോടൊപ്പം ഞാനും സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനും സങ്കടങ്ങൾ ചേർത്ത് വയ്ക്കാനും ഞാനും ശ്രമിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ. എന്നോടൊപ്പം ഈ മണിക്കൂറിൽ അനേകായിരങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ നാഥനോടൊപ്പം ആയിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരെല്ലാം ചേർത്ത് വെച്ച് അവരുടെ എല്ലാ നിയോഗങ്ങളോടും പ്രാർത്ഥനകളോടും സന്തോഷങ്ങളോടും സങ്കടങ്ങളോടും ദുഃഖങ്ങളോടും ചേർന്ന് ഞാനും എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ എല്ലാ സന്തോഷങ്ങളെയും എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ ആ സ്നേഹ സാന്നിധ്യത്തിന് മുമ്പിൽ ചേർന്നിരിക്കുന്നു. ഇത്രത്തോളമുള്ള എൻ്റെ ജീവിതത്തിൽ, ഇത്രത്തോളം വളർന്ന വലുതായ ജീവിച്ച എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇത്രത്തോളം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഈ നിമിഷങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എവിടെയെല്ലാം ആരെല്ലാം ഈ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തെ കണ്ടുകൊണ്ടായിരിക്കുന്നുവോ, പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നു, ആരാധിച്ചുകൊണ്ടായിരിക്കുന്നു, സ്തുതിച്ചുകൊണ്ടായിരിക്കുന്നുവോ, മഹത്വപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നുവോ, അവരോടെല്ലാം ചേർന്ന് ഞാനും ഇത്രത്തോളം എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഇത്രത്തോളം എൻ്റെ ജീവിതത്തിൽ നീ ഇടപെട്ടതിന്, നീ ചേർന്ന് നിന്നതിന്, സഹായിച്ചതിന്, ശക്തിപ്പെടുത്തതിന് ഈശോയെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. എന്നെ എത്രത്തോളം വളർത്തിയതിന്, നിന്നോളം ഉയർത്തിയതിന് ഈശോയെ നിന്നെ സ്നേഹിക്കാൻ, നിന്റെ സാന്നിധ്യത്തിന് മുമ്പിലായിരിക്കാൻ, നിന്റെ ശക്തിയെ തിരിച്ചറിയാൻ, നിന്നിൽ വിശ്വസിച്ച് ജീവിക്കാൻ എന്നെ അനുഗ്രഹിച്ചതിന്, എന്നെ അവരോധിച്ചതിന് ഈശോയെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധിക്കുന്നു. യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചതിന് പിന്നിൽ ഈ കർത്താവിൻ്റെ കരുത്തുറ്റ കരമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ പരിശുദ്ധ പരമദിവ്യ കാരുണ്യം നമ്മൾ എന്ന് ആദ്യം സ്വീകരിച്ചു അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇത്രത്തോളം എത്തി നിൽക്കുമ്പോൾ അനേക വർഷങ്ങൾ, ഒരുപക്ഷെ അനേക നാളുകൾ, അനേക ദിവസങ്ങൾ, അനേകം ആഴ്ചകൾ, അനേകം മാസങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ വർഷിച്ച അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താവുന്നവയല്ല. കടലിലെ മണൽത്തരികളോളം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട നിമിഷങ്ങളുണ്ട്. ഇതുവരെയുള്ള ജീവിതത്തിൽ ഇന്ന് ഞാൻ ഇവിടം വരെ എത്തി ആയിരിക്കുന്നെങ്കിൽ അതിന് പിന്നിൽ എൻ്റെ കർത്താവിൻ്റെ ഈ കരങ്ങളുണ്ട്, എൻ്റെ കർത്താവിൻ്റെ ശക്തിയുണ്ട്. ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ചെന്നു മുതൽ എൻ്റെ ഹൃദയത്തെ സ്വന്തമാക്കി ഞാൻ അർപ്പിക്കുന്ന, പങ്കെടുക്കുന്ന ഓരോ ബലികളിലൂടെയും എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന്, എൻ്റെ ഒപ്പമായി, എൻ്റെ സ്വന്തമായി എന്നെ ചേർത്ത് നിർത്തി തന്നോടൊപ്പം നടത്തിയ എൻ്റെ കർത്താവ് വീഴാതെ താങ്ങി, താഴാതെ ഉയർത്തി, വീഴാതെ നയിച്ച് ഇവിടം വരെ എത്തിച്ച ഈ തമ്പുരാന്റെ സ്നേഹത്തെ ഒരിക്കൽ കൂടി നമുക്ക് നന്ദിയോടെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിക്കാം, ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇത്രയും പ്രായം വരെ ഞാൻ ജീവിക്കാൻ ഇന്ന് കർത്താവ് എനിക്ക് അനുവാദം, അവസരം, അനുഗ്രഹം തന്നില്ലെങ്കിൽ ഈശോയെ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, അതിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഇത്രത്തോളം എത്തി നിൽക്കാൻ
ഇത്രത്തോളം സ്നേഹിക്കാൻ പഠിക്കാൻ, സഹോദര്യത്തിൽ ജീവിക്കാൻ പഠിക്കാൻ, കുടുംബത്തെ സ്നേഹിക്കാൻ പഠിക്കാൻ, നന്മയിൽ വളരാൻ പഠിക്കാൻ എന്നെ അനുവദിച്ചതിന് ഈശോയെ നന്ദി പറയുന്നു. ഇത്രത്തോളം എന്നെ സഹായിച്ച യഹോവയെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 6-ാം തിരുവചനം. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്താൽ 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കും. 1000 തലമുറ വരെ കരുണ കാണിക്കുന്ന കാരുണ്യവാനായ തമ്പുരാനാണ് ഈ പരിശുദ്ധ കുർബാനയിൽ എൻ്റെ മുമ്പിലായിരിക്കുന്നതെന്നുള്ള വലിയ ബോധ്യത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും ആഴപ്പെടാം. 1000 തലമുറകൾ വരെ കരുണ കാണിക്കുന്ന കർത്താവിൻ്റെ കരുത്തുറ്റ കരത്തിൻ്റെ കീഴിലാണ് നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം, നാം ആയിരിക്കുന്ന ദേശം, നമ്മുടെ ഇടവക, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പന പാലിക്കുകയും ചെയ്താൽ, വചനത്തിലെ കണ്ടീഷൻ അതാണ്, സ്നേഹിക്കാനായി മാത്രം എന്നെ സൃഷ്ടിച്ചവനാണ് ഈ തമ്പുരാൻ. തുടർന്ന് വചനത്തിലൂടെ എന്നോട് പങ്കുവച്ചു, എന്നെ പഠിപ്പിച്ചു, എന്നെ വളർത്തി, കൽപ്പനകൾ പാലിച്ച് ജീവിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ട്രെയിൻ സഞ്ചരിക്കണമെങ്കിൽ അതിന് ട്രാക്ക് ഉണ്ടല്ലോ, വാഹനങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ റോഡുണ്ടല്ലോ. അതുപോലെ എനിക്കെൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യാൻ അവിടുന്ന് എനിക്ക് തന്നിരിക്കുന്ന ട്രാക്കാണ് അവിടുന്ന് നൽകിയിരിക്കുന്ന 10 പ്രമാണങ്ങൾ. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഇപ്രകാരം പങ്കുവയ്ക്കുന്നത്, എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. കരുണ കാണിക്കുന്ന തമ്പുരാനെ നമുക്കൊന്ന് ചേർന്ന് ഒരിക്കൽ കൂടി സ്തുതിച്ചാരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധിക്കുന്നു, യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 71:8 ഇപ്രകാരം പങ്കുവയ്ക്കും, എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുന്നു. എൻ്റെ അധരങ്ങൾ സദാ അങ്ങയെ സ്തുതിക്കുകയും അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് ജന്മവും ജീവിതവും തന്നനുഗ്രഹിച്ചത് അവിടുത്തെ സ്നേഹം തിരിച്ചറിയാനും അവിടുത്തെ തിരികെ സ്നേഹിക്കാനും ആ സ്നേഹത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കാനുമാണ് എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ്. 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ പങ്കുവെക്കുന്നുണ്ട്, മാമോദീസ സ്വീകരിച്ചവരെല്ലാം മിഷണറിമാരാണ്, അവിടുത്തെ പ്രഘോഷിക്കാൻ കടപ്പെട്ടവരാണ്, അവിടുത്തെ പ്രചരിപ്പിക്കാൻ കടപ്പെട്ടവരാണ്, അവിടുത്തെ പ്രസരിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. കർത്താവിൻ്റെ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന പ്രസരിപ്പിൻ്റെ നിറവ് സ്വീകരിക്കാനും അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കാനും കടപ്പെട്ട നമുക്ക് ഒന്നു ചേർന്ന് അതിനുള്ള വലിയ ശക്തിയും അഭിഷേകവും കൃപാവരവും നന്മയും
തന്നനുഗ്രഹിച്ച തമ്പുരാനെ ഒരിക്കൽ കൂടി നമുക്ക് നന്ദിയോടെ ഇരു കരങ്ങളും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ആരാധിക്കുന്നു, ഈശോയെ ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ, ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ഒരിക്കൽ കൂടി ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. ഒരിക്കൽ കൂടി നമുക്ക് ആരാധിക്കാം. ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം ഇപ്രകാരം നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കും. ഈശോ അപ്പം വർദ്ധിപ്പിച്ച് അനേകരെ തീറ്റിപ്പോറ്റി. അതിനുശേഷം അപ്പസ്തോലന്മാർ ഈശോയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരോട് പറയുന്നുണ്ട് ഇതുപോലുള്ള വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച്. അപ്പോൾ ഈശോയെ സ്വീകരിച്ച അനേകര് വീണ്ടും മറ്റനേകരെ ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരികയാണ്. എന്തിന്? അവിടുത്തെ അഭിഷേകം ഏറ്റുവാങ്ങാൻ വേണ്ടി. തിരുവചനം പറയുന്നു, രോഗശാന്തി ആവശ്യമായിരുന്നവരെല്ലാം അവിടെ കൊണ്ടുവന്ന അവരെല്ലാം കർത്താവ് സുഖപ്പെടുത്തി. കർത്താവിൻ്റെ അഭിഷേകം, അനുഗ്രഹം, സ്പർശം ആവശ്യമായിരുന്ന അനേകരെ അവർ വിളിച്ചു കൊണ്ടുവന്നു. അവരെല്ലാം അവൻ തൊട്ട് സുഖപ്പെടുത്തി എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെയും ഇന്ന് ഈ നിമിഷം ഈ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആയിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അഭിഷേകമായി കടന്നു വരാൻ ഈ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അനുഗ്രഹമായി മാറാൻ ഈ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സൗഖ്യമായി കടന്നു വരാനായിട്ട് ഈ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ശാന്തിയായി ഇറങ്ങി വരാൻ ഈ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ നൽകുന്ന വലിയ അഭിഷേകം, വലിയ സ്പർശം, വലിയ ശക്തി നമുക്ക് ഏറ്റുവാങ്ങാനായിട്ട് സാധിക്കട്ടെ. അതിനായിട്ട് ശ്രമിക്കാം. ഈശോയെ, നീ എന്നെ സ്പർശിക്കണമേ. എൻ്റെ വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായ നിയോഗങ്ങളുടെ മേൽ, ഒരുപക്ഷെ വ്യത്യസ്തവും വിവിധങ്ങളുമായ രോഗങ്ങളുള്ളവരായിരിക്കാം ഈശോയുടെ സന്നിധിയിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. ഒരുപക്ഷെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ രോഗമുള്ളവരെ നമുക്കറിയാമായിരിക്കാം. അവരെ നമുക്ക് ഈ നിമിഷങ്ങളിൽ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. എല്ലാവർക്കും ഈശോ അന്ന് രോഗശാന്തി ആവശ്യമായിരുന്നവരെ എല്ലാം അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തിയതുപോലെ ഈ നിമിഷങ്ങളിൽ ഈ കർത്താവിൻ്റെ സാന്നിധ്യത്തെ തൊട്ടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുത്തെ ശാന്തിയുടെ അനുഭവം തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കുകയും, അതുപോലെ ഈ അവിടുത്തെ സ്പർശത്തിൻ്റെ അനുഭവം ഏറ്റുവാങ്ങി വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായ രോഗങ്ങളുള്ള എല്ലാ മക്കളെയും നമ്മളോട് ചേർത്ത് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം ജീവിതത്തിൽ ഈശോയെ നീ സ്പർശിച്ച് സൗഖ്യം നൽകണമേ, നിന്റെ അപ്പത്തിൻ്റെ സ്പർശം നീ നൽകണമേ എന്ന് പ്രാർത്ഥനയോട് നമുക്ക് ഒരിക്കൽ കൂടി അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അന്ന് രോഗശാന്തി ആയിരുന്നു, ആവശ്യമായിരുന്നു എല്ലാ മക്കളും നിന്റെ പക്കൽ വിശ്വാസത്തോടെ കടന്നു വന്നപ്പോൾ സൗഖ്യം നൽകിയ കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാം തിരുവചനം. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഈശോയെ, ജീവന്റെ അപ്പമായ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത് ഞങ്ങളുടെ ജീവൻ അത് സമൃദ്ധമായി ഉണ്ടാകാനാണ് എന്ന് തിരിച്ചറിയുകയാണ്. ഈശോയെ, ഈ ജീവൻ കൊണ്ട് അനേക ജീവിതങ്ങൾക്ക് ജീവനേകാൻ നീ ഞങ്ങളെ ഇന്നും അനുവദിക്കുന്നുണ്ടല്ലോ, അനുഗ്രഹിക്കുന്നുണ്ടല്ലോ. നന്ദി പറയുന്നു. കർത്താവായ ഈശോയെ, ജീവനാകാൻ അത് സമൃദ്ധമായി ഉണ്ടാകാൻ വന്ന നീ
നിങ്ങൾക്ക് ജീവൻ്റെ അപ്പം പകർന്നു തന്നതിനെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈശോയെ, നിൻ്റെ അപ്പം സ്വീകരിക്കുന്ന, ജീവനുള്ള അപ്പം സ്വീകരിക്കുന്ന ഓരോ മക്കളും ഈശോയെ സൗഖ്യത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദാഹിച്ചുകൊണ്ട് എല്ലാ രോഗമുള്ളവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിമിഷങ്ങളിൽ ശരീരത്തിൽ വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായ രോഗങ്ങൾ പേർന്ന മക്കൾ ഈശോയെ, ഉച്ച മുതൽ ഉള്ളൻകാൽ വരെ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ പേർന്ന എല്ലാ മക്കളെയും നിമിഷങ്ങളിൽ സമർപ്പിക്കുന്നു. ബ്രെയിൻ സംബന്ധമായ രോഗങ്ങൾ, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ, നെയർ സംബന്ധമായ രോഗങ്ങൾ, മസിൽ സംബന്ധമായ രോഗങ്ങൾ, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, നടുവേദന, കൈകാലുകൾ, മുട്ടുകളുടെ വേദന, ദഹനവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ, കരൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വേദനകൾ, ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ടുള്ള എല്ലാ വേദനകൾ, നൊമ്പരങ്ങൾ, ഈശോയെ ഡയാലിസിസ് ചെയ്യുന്ന എല്ലാ മക്കളും, ഈശോയെ എല്ലാ രോഗികളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ എല്ലാം രോഗശാന്തിക്ക് വേണ്ടി ഈശോയെ നിൻ്റെ സൗഖ്യദായകമായ സ്പർശം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദാഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ കാൽവരിയിലെ കുരിശിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തത്തുള്ളികളാൽ ഈശോ നീ കരുണാമയ കനിയേണമേ സ്നേഹനാഥ, കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. ഒരിക്കൽ കൂടി കാൽവരിനാഥ നമുക്ക് വിളിക്കാം. കാൽവരിനാഥ കരുണാമയ കനിയേണമേ സ്നേഹനാഥ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സ്നേഹ സാന്നിധ്യം നമുക്ക് ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങാം. സൗഖ്യദായകമായ, സാന്ത്വനം നൽകുന്ന, ആശ്വസിപ്പിക്കുന്ന അവിടുത്തെ സാന്നിധ്യം ഒരു നിമിഷം നിശബ്ദതയിൽ നമുക്ക് സ്വന്തമാക്കാം. സ്നേഹപൂർവ്വം സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം ഭൂഗണമേ വത്സല സുതരി, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നേരവും